മുസ്ലിയാരോട് അന്ന് മുതൽക്ക് ഇന്ന് വരെ മുമ്പിൽ ഇരുത്തിക്കൊണ്ടും ചോദിച്ചത് ഓതൂ, അത് തഫ്സീറിൽ നിന്ന് വായിക്കൂ, അത് ഇബ്നു അബ്ബാസിന്റെ വ്യാഖ്യാനം ഉദ്ധരിക്കൂവെന്ന് കഴിഞ്ഞില്ല മുസ്ലിയാരെ നിങ്ങൾക്ക്. വീണ്ടും ചോദിച്ചു, ഖുർത്തുബിയിൽ നിന്ന് ജിന്നിനോടുള്ള സഹായത്തേട്ടം വസീലത്തു ശിർക്കാണെന്ന് നിങ്ങൾ അവിടെ തട്ടിവിട്ടല്ലോ, നിങ്ങൾ ജനങ്ങളെ കബളിപ്പിച്ചല്ലോ. ഖുർത്തുബിയുടെ പേരിലും ഇബ്നു അബ്ബാസിന്റെ പേരിലും ആയത്തുദ്ധരിച്ചുകൊണ്ടും ദുർവ്യാഖ്യാനം നടത്തിയല്ലോ. ആ ഖുർത്തുബിയിൽ നിന്ന് ആ വാചകമൊന്ന് വായിക്കൂ. വിഷയാവതരണത്തിലില്ല, ഖണ്ഡനങ്ങളിലില്ല, നിങ്ങൾ മറുപടി പറഞ്ഞപ്പോഴില്ല, എൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലില്ല. ഇപ്പോൾ നിങ്ങൾ ചോദ്യം ചോദിക്കുന്ന ഘട്ടത്തിലെങ്കിലും അവസാനമെങ്കിലും ഒരു വാക്ക് പറയാമായിരുന്നു, പറഞ്ഞില്ല, നിങ്ങൾക്ക് കഴിയില്ല. പിന്നെ നിങ്ങൾ ആകെ പറഞ്ഞത് ഇബ്നു അബ്ബാസ് ഇല്ല മാഷാ അല്ലാ എന്നതിന്. സുഹൃത്തുക്കളെ, അടുത്തതായി കൺക്ലൂഷനാണ്. രണ്ട് വിഭാഗത്തിനും 10 മിനിറ്റ് വീതം. അതും നറുക്കെടുപ്പിലൂടെയാണ് ആദ്യം ആര് സംസാരിക്കണമെന്ന് തീരുമാനിക്കുക. 10 മിനിറ്റ് ആണ് ഒരു പണ്ഡിതന് സമയമുള്ളത്. ടോസ് ഇട്ട് അത് തീരുമാനിക്കും. മനോ ആദ്യം സംസാരിക്കേണ്ടത് അബ്ദുറഹ്മാൻ സലഫിയാണ്. 5:41 അല്ലേ? 5:41, 5:52 വരെ സംസാരിക്കാൻ വേണ്ടി ബഹുമാന്യനായ അബ്ദുറഹ്മാൻ സലഫിയെ ക്ഷണിച്ചോളൂ. സലഫി തുടങ്ങുന്നത് മുതൽ 10 മിനിറ്റ്. വേഗം തുടങ്ങണം, ആരും സംസാരിക്കരുത്. ഇനി സെൽഫി തുടങ്ങണം. ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. കടലാസ് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞാൽ തുടങ്ങിയിട്ട് 10 മിനിറ്റ് ഉണ്ടാവും. എല്ലാ ആളുകൾക്കും അങ്ങനെ തന്നെയാണ്. 10 മിനിറ്റാണ്. അത് പെട്ടെന്ന് തുടങ്ങണമെന്ന് പറഞ്ഞൊരു അനാവശ്യമായിട്ട് സംസാരിക്കേണ്ട ആവശ്യത്തിലില്ല. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അമ്മാ ബഅദ്. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണ്. അത് ജിന്നാണെങ്കിലും മലക്കാണെങ്കിലും. അല്ല, ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് മനുഷ്യരോട് സഹായം ചോദിക്കുന്നത് പോലെയാണ്, ശിർക്കാവില്ല. അത് വസീലത്തു ശിർക്കേ ആവുകയുള്ളൂ എന്ന ഒരു വാദം ഉടലെടുത്തതിനെ തുടർന്നാണ് ഈ വാദങ്ങളും ഖണ്ഡന പ്രസംഗങ്ങളും നാടുനീളെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒരു തെളിവുമില്ല. അവസാനം ഒരു ദുർബലമായ ജൂതന്മാർ കറ്റുകെട്ടിയുണ്ടാക്കിയ ഒരു ദുർബലമായ വാറോലയിലാണ് ചെന്ന് അഭയം തേടി നോക്കിയത്. എന്നാൽ ആ വാറോലയെ അത് പൊന്നോലയാക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഒരു ദുർവ്യാഖ്യാനം ആയത്തുദ്ധരിച്ചുകൊണ്ട് ബഹുമാന്യനായ എൻ്റെ മറുചേരിയിൽ സംസാരിച്ച ഫൈസൽ മുസ്ലിയാർ നടത്തിയിട്ടുള്ളത്. ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഖണ്ഡിതമായ ആയത്തുകളുണ്ട്. ഹുന്ന ഉമ്മുൽ കിതാബ് വഉഖറു മുതശാബിഹാത്ത് ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഗുൻ ഫയത്തബിഊന മാ തശാബഹ മിൻഹു ഇബ്തിഗാഅൽ ഫിത്ന
وابتغاء تأويله وما يعلم تأويله إلا الله. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഖുർആനിൽ സുവ്യക്തമായ വചനങ്ങളുണ്ട്, ഗണ്യതമായ വചനങ്ങളുണ്ട്. ആ വചനങ്ങളാണ് ഈ ഗ്രന്ഥത്തിൻ്റെ മൂല തത്വങ്ങൾ, അതിലാണ്. എന്നാൽ ഗണ്യതമല്ലാത്ത ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വചനങ്ങളുമുണ്ട്. അത്തരത്തിലുള്ള വചനങ്ങളുടെ പിന്നാലെ മനസ്സിൽ വക്രതയുള്ളവർ പോകും. എന്നിട്ടവർ ഫിത്ന ഉദ്ദേശിച്ചുകൊണ്ട് അതിനെ ദുർവ്യാഖ്യാനിച്ചു കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയുകയാണ്. അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടുന്നത് കടലിലാകട്ടെ, കരയിലാകട്ടെ, മരുഭൂമിയിലാകട്ടെ, എവിടെയാകട്ടെ അല്ലാഹുവിനോട് ആകാവൂ എന്ന് പഠിപ്പിച്ച ഖുർആൻ ആ സുവ്യക്തമായ തത്വങ്ങൾ വിട്ടുകൊണ്ട് ഖുർആനിലെ ചില വചനങ്ങൾ സ്വഹാബത്തിന്റെ പേരിൽ കളവ് പറഞ്ഞ്, മുഫസ്സിറുകളുടെ പേരിൽ കളവ് പറഞ്ഞ് ദുർവ്യാഖ്യാനം നടത്തി ഫിത്നയുണ്ടാക്കി, മുവഹ്ഹിദുകളുടെ ഇടയിൽ കുഴപ്പമുണ്ടാക്കി, ഭിന്നിപ്പുണ്ടാക്കി ഈ ശിർക്കിന്റെ വഴിയിലേക്ക്, വസീലത്തു ശിർക്കിലേക്ക് പിടിച്ചു കൊണ്ടുപോകുന്നത് മനസ്സ് ശുദ്ധമല്ലാത്തത് കൊണ്ടാണ്. ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഉൻ ഫയത്തബിഊന മാ തശാബഹ മിൻഹു ഇബ്തിഗാഅൽ ഫിത്ന വബ്തിഗാഅ തഅവീലിഹി വമാ യഅലമു തഅവീലഹു ഇല്ലല്ലാഹ് വറാസിഖൂന ഫിൽ ഇൽമി യഖൂലൂന ആമന്നാ ബിഹി കുല്ലുൻ മിൻ ഇൻദി റബ്ബിനാ വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ് എന്നാണ് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആ ദുർവ്യാഖ്യാനങ്ങളുടെ പിന്നാലെ പോവരുതെന്നാണ് എൻ്റെ സഹോദരന്മാരോട് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. അത്തരത്തിലുള്ള പോക്ക് അപകടമായിരിക്കും. മഹാന്മാരായ പണ്ഡിതന്മാർ, സലഫി പണ്ഡിതന്മാർ മജ്മുഅത്തുർ റസായിൽ വൽ മസായിൽ വ്യക്തമായി പറയുന്നു, അന്നൽ ഖുർആനിൽ കരീമ ഫീഹി ആയാത്തുൻ മുഹ്കമാതുഹുന്ന ഉമ്മുൽ കിതാബു ഔഖറു മുതശാബിഹാത്ത്. ഈ ഖുർആനിൽ മുഹ്കമാത്തുണ്ട്, മുതശാബിഹാത്തുണ്ട്. ആ മുതശാബിഹാത്തിനെ മുഹ്കമാത്തിലേക്ക് മടക്കണം. തർക്കമുള്ള, സംശയമുള്ളത് ഖണ്ഡിതമായ വചനങ്ങളിൽ വന്നതിലേക്ക് മടക്കണം. എന്നിട്ടതാണ് സ്വീകരിക്കേണ്ടത് എന്ന് തുടങ്ങിക്കൊണ്ട് ഈ ദുർബലമായ റിപ്പോർട്ട് കൂടി എടുത്തുദ്ധരിച്ചുകൊണ്ടാണ് ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഗുൻ ഫയത്തബിഊന മാ തശാബഹ മിൻഹു ഇബ്തിഗാഅൽ ഫിത്ന വബ്തിഗാഅ തഅവീലിഹി എന്ന ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് മനസ്സിൽ വക്രതയുള്ളവരാണ് അതിൻ്റെ പിന്നാലെ പോകുന്നത് എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഒട്ടനവധി ഗ്രന്ഥങ്ങളിൽ ഈ കാര്യം പരാമർശിക്കുന്നതിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്ന് പറയാനോ? ശിർക്കാണ് എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. വസീലത്തു ശിർക്കായതുണ്ട്, ശിർക്കല്ലാത്തതുണ്ട്. വസീലത്തു ശിർക്കായതുണ്ട്. ജിന്നിനോടുള്ള സഹായ തേട്ടത്തിൽ അതിനായത്തുണ്ടെന്ന് പറഞ്ഞ് വന്നിട്ടുള്ള ഫൈസൽ മുസ്ലിയാർക്ക് ഒരായത്ത് ഓതി എന്നല്ലാതെ ആ ആയത്തിന് ഇസ്തിൻതാഇൽ പെടുമെന്ന് പറയാനല്ലാതെ കഴിഞ്ഞിട്ടില്ല. നേരെ മറിച്ച് അദ്ദേഹം ഇബ്നു അബ്ബാസിനെ ഉദ്ധരിച്ചത് നാസിർ സുല്ലമിയുടെ ചോദ്യത്തിന് ഏത് സ്വഹാബിയാണ് ഈ ആയത്തിൽ നിന്ന് ഇങ്ങനെ ഇസ്തിആനത്ത് വസീലത്ത് ശിർക്കാണെന്ന് മനസ്സിലാക്കിയത് എന്ന ചോദ്യത്തിന് പിടിച്ചോളൂ ഇബ്നു അബ്ബാസ്. എന്തിന് പിടിച്ചോളൂ? ഇബ്നു അബ്ബാസ് മുത്ത് പറഞ്ഞതല്ല പിടിക്കാൻ പറഞ്ഞത്, ചോദ്യത്തിന് മറുപടിയായിട്ടല്ലേ. എങ്കിൽ താങ്കൾക്ക് ബാധ്യതയുണ്ട്. ജിന്നിനോടുള്ള സഹായ തേട്ടം വസീലത്തു ശിർക്കാണെന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുള്ള മുസ്ലിയാരെ ഈ 4 മണിക്കൂർ പിന്നിട്ടിട്ടും അതിന് കഴിഞ്ഞിട്ടില്ല. അവസാനം നിങ്ങൾക്കൊരു ചാൻസ് കൂടിയുണ്ട്. ഈ വേദിയിൽ അവസാനം സംസാരിക്കുന്നത് നിങ്ങളാണ്. ആ സന്ദർഭത്തിലെങ്കിലും നിങ്ങളത് പറയണം. നിങ്ങൾ പറഞ്ഞു മുഫസ്സിറുകളുണ്ടോ? ഉണ്ട്. ഖുർത്തുബിയെ ഞാൻ ഉദ്ധരിച്ചു. ആ ഖുർത്തുബിയുടെ തഫ്സീർ നിങ്ങൾ ഉദ്ധരിച്ചത് എന്തിനാ? പിടിച്ചോളൂ. മണിമണിയായി പറഞ്ഞു. ഏത് മണിമണിയായിട്ടാ പറഞ്ഞത്? ജിന്നിനോടുള്ള സഹായത്തേട്ടം വസീലത്ത് ശിർക്കാണെന്നതിന് ഈ ആയത്ത് ഉദ്ധരിച്ചത് നിങ്ങളെപ്പോലെ ഇബ്നു അബ്ബാസ് പറഞ്ഞു, നിങ്ങളെപ്പോലെ ഖുർത്തുബി പറഞ്ഞു എന്നത് പിടിച്ചോളൂ എന്നാ പറഞ്ഞത്. അതിന് പിടിക്കാൻ കിട്ടുന്നില്ല. ഞങ്ങൾ പിടിക്കാൻ വിചാരിച്ചിട്ട് എന്ത് കാര്യം? ഖുർത്തുബിയിലുമില്ല, ഇബ്നു അബ്ബാസും പറഞ്ഞില്ല. അവസാനം മുസ്ലിയാരുടെ 18ാമത്തെ അടവ്, ആ 18ാമത്തെ അടവ് ആലു ഷെയ്ഖിനെ കൂട്ടുപിടിക്കാൻ നോക്കി. അത് നേരെ തിരിഞ്ഞുകൊത്തി. ആലു ഷെയ്ഖ് പറഞ്ഞത് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് മുസ്ലിം ജിന്നല്ല, കാഫിർ ജിന്ന.
പറയാണ് കാഫിർ ജിന്നിനോടുള്ള സഹായത്തേട്ടം അത് ശിർക്കാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതല്ലാതെ കാഫിർ ജിന്നിനോടുള്ള സഹായത്തേട്ടം വസീലത്ത് ശിർക്കാണെന്ന് മുസ്ലിയാരെ ആരു ശൈഖും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ വാദം സമർത്ഥിക്കുന്നതിലും എൻ്റെ ചോദ്യത്തിന് മറുപടി പറയുന്നതിലും അതേപോലെ നിങ്ങളുടെ ചോദ്യം വിഷയത്തിൽ നിന്ന് തെന്നിമാറാൻ ശ്രമിച്ചുവെന്നല്ലാതെ മർമ്മത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. കുറെ അനാവശ്യങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നത് അത് ഞാനിവിടെ സൂചിപ്പിച്ചു. കുറച്ചൊക്കെ ഞാൻ മൗനം പാലിച്ചതാണ്. കാരണം എൻ്റെ സമയം ഇപ്പോൾ അതിന് കളയാനുള്ളതല്ല. നിങ്ങൾക്ക് തടി തപ്പിയാൽ മതിയല്ലോ. അല്ലാഹുവേ, നിന്നെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, അല്ലാഹുവേ, നിന്റെ അമ്പിയാക്കൾ ഉയർത്തിപ്പിടിച്ച തൗഹീദ്, അന്തിമ പ്രവാചകനായ മുഹമ്മദ് നബി ഉയർത്തിപ്പിടിച്ച തൗഹീദ്, നിന്റെ പ്രവാചകന്റെ അനുചരന്മാർ സഹാബ, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, അയിമ്മത്ത്, മുജ്തഹിദീങ്ങൾ, അഹ്ലുസുന്നയുടെ നാളിതുവരെയുള്ള പണ്ഡിതന്മാർ മുറുകെ പിടിച്ച തൗഹീദ് ഞങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്നത് വരെ, ഈ ലോകം അവസാനിക്കുന്നത് വരെ നിലനിർത്താൻ നീ സഹായിക്കണമേ. അല്ലാഹുവേ, തൗഹീദിന് നിന്റെ സഹായമുണ്ടാവേണമേ. ഏത് തരത്തിലുള്ള കള്ളക്കേസുകളാണെങ്കിലും ഏത് തരത്തിലുള്ള ദുഷ്പ്രചാരണങ്ങളാണെങ്കിലും അവക്കൊന്നും ഈ തൗഹീദിനെ തകർക്കാൻ കഴിയില്ല. തൗഹീദിന്റെ ആളുകളെ തകർക്കാൻ കഴിയില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് ഭൗതികമായി എന്തെങ്കിലും നേടാൻ പറ്റിയേക്കും, ഇല്ല, ഈ ആദർശത്തെ തൊടാൻ അനുവദിക്കില്ല. പ്രതിജ്ഞാബദ്ധരാണ്. ഇസ്ലാഹി കേരളം പ്രതിജ്ഞാബദ്ധമാണ്. മുസ്ലിം കേരളം പ്രതിജ്ഞാബദ്ധമാണ്. ഈ അന്ധവിശ്വാസത്തിലേക്ക്, ഗൂഢോത്തരത്തിലേക്കും, ശിർക്കൻ ആചാരങ്ങളിലേക്കും, ശിർക്കൻ വിശ്വാസങ്ങളിലേക്കും, മന്ത്രവാദത്തിലേക്കും ഈ സമുദായത്തെ തിരിച്ചു കൊണ്ടുപോകാൻ അനുവദിക്കില്ല. നിങ്ങൾ വാദിക്കുന്നത് തൗഹീദിലേക്കുള്ള വഴിയല്ല, ശിർക്കിലേക്കുള്ള വഴിയാ. ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിക്ക് മുസ്ലിയാരെ. തൗഹീദിന്റെ വഴിയിലേക്കാണ് വാദിച്ചു കൊണ്ടുപോകുന്നതെങ്കിൽ നമുക്ക് ക്ഷമിക്കാം. എന്നാൽ നിങ്ങൾ ക്ഷണിച്ചു കൊണ്ടുപോകുന്ന, പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വാദം ഇത് ശിർക്കിന്റെ വഴി, ആ ശിർക്കിന്റെ വഴിക്ക് വേണ്ടി സംസാരിക്കുന്നു. ആ വഴിയിലേക്കാണ് ആളുകളെ കൊണ്ടുപോകുന്നത്. ഞങ്ങൾ തൗഹീദിലേക്കാണ് വിളിക്കുന്നത്. ഞങ്ങൾ ഏതെങ്കിലും ഒരു കുട്ടിയെ മുശ്രിക്കാക്കിയത് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. കള്ള ആരോപണം അവസാനത്തേക്ക് നിങ്ങൾ വെച്ചതായിരിക്കാം. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നിങ്ങളുടെ ഈ വാദം അന്നാറു മസുവാക്കുമെന്നത് വസീലത്തു ശിർക്കാണ് ജിന്നിനോടുള്ള സഹായത്തേട്ടമെങ്കിൽ നിങ്ങൾ ചെന്നുവിട്ട പടുകുഴി അഹ്മദ് ബിൻ ഹംബൽ വസീലത്ത് ശിർക്ക് ചെയ്തുവെന്നാണ്, നബവി ചെയ്തുവെന്നാണ്, ഷൗക്കാനി ചെയ്തുവെന്നാണ്. ഇവരോടൊക്കെ മരിച്ചു ചെന്നാൽ അല്ലാഹ് പറയുക അന്നാറു മസുവാക്കുമെന്നാണോ, അന്നാറു മസുവാക്കുമെന്നാണോ? എവിടേക്കാണ് മുസ്ലിയാരെ നിങ്ങളുടെ വാദം നിങ്ങളെ എത്തിക്കുന്നത്? വസീലത്ത് ശിർക്ക് ചെയ്യുന്നവരാണ്, അതാണ്, അത് ശിർക്കല്ല. അതിനാണ് യാഴിബാദല്ലമ്മ പിടിച്ചു നോക്കിയത്, അതിനാണ് ഈ ആയത്തും ദുർവ്യാഖ്യാനിച്ചത്. അഹ്മദ് ബിൻ ഹംബൽ ശിർക്ക് ചെയ്തു എന്ന് പറയേണ്ടി വരില്ലേ? വസീലത്ത് ശിർക്ക് ചെയ്തു എന്ന് നിങ്ങൾ സമ്മതിക്കുന്നുവോ? ഞങ്ങൾ സമ്മതിക്കില്ല. അദ്ദേഹം മുവഹിദാണ്, ശിർക്കും ചെയ്തിട്ടില്ല, വസീലത്ത് ശിർക്കും ചെയ്തിട്ടില്ല. നിങ്ങളെപ്പോലും ഈ വാദവുമായി നടക്കുന്ന നിങ്ങളെപ്പോലും മുശ്രിക്കെന്ന് പറയാൻ, സാക്ഷാൽ കാന്തപുരത്തെപ്പോലും മുശ്രിക്കെന്ന് ഞങ്ങൾ പറയില്ല. അത് ഇസ്ലാമിന്റെ അധ്യാപനമാണ്, അഹ്ലുസുന്നയുടെ അധ്യാപനമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രചാരം മാറ്റിവെച്ച് ഇത് പരലോകത്തിന്റെ കാര്യമാണെന്ന് മനസ്സിലാക്കി ഈ തൗഹീദിലേക്ക് തിരിച്ചു വന്ന് ഈ ആദർശത്തിന് വേണ്ടി നിലകൊണ്ട് മുവഹിദുകളായി ഒറ്റക്കെട്ടായി ഈ തൗഹീദ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് നീങ്ങാം. വഅന്ന ഹാദിഹി ഉമ്മത്തുകും ഉമ്മത്തൻ വാഹിദ വഅന റബ്ബുകും ഫഅബ്ദൂൻ. ഐക്യമെന്നത് തൗഹീദിന്റെ പേരിലാണ്, വിശ്വാസത്തിന്റെ പേരിലാണ്. തൗഹീദുൽ കലിമ ബികലിമത്തി തൗഹീദ്. ഐക്യമെന്നത് കലിമത്ത് തൗഹീദ് കൊണ്ടാണ്. ആ കലിമത്ത് തൗഹീദിലേക്ക് വരിക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അല്ലാഹുമ്മ ലക്കൽ ഹംദു അലാ കുല്ലി ഹാൽ. കഴിഞ്ഞ 10 മാസക്കാലമായി നാടുനീളെ പ്രചരിപ്പിച്ച ഖുർആനായത്ത് ദുർവ്യാഖ്യാനിച്ചുവെന്ന ആരോപണവും അതിന് മുമ്പേ തുടങ്ങി വെച്ച ശിർക്ക് ആരോപണവും
അതിലാ കോടിത്തര സംഭവത്തിൽ ഈ നാസസുല്ലമി കൊണ്ടുവന്ന സബബവാദം പൊട്ടിപ്പൊളിഞ്ഞതുപോലെ, സഖാഫിമാർ കൊണ്ടുവന്ന സ്വമതിയത്ത് പൊട്ടിപ്പൊളിഞ്ഞതുപോലെ സലഫി ഏറ്റെടുത്ത ആ ആരോപണവും ഇതാ ഇവിടെ പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമായി മാറിയിരിക്കുന്നു. അതിന്റെ ആക്രോശമാണ് ഈ അവസാന സമയത്ത് പോലും കേട്ടത് എന്ന് ബുദ്ധിയുള്ളവർ മനസ്സിലാക്കട്ടെ. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു, യഥാർത്ഥത്തിൽ ഇവിടെ പത്തപ്പിയത്തുകാരൻ ജൗഹർ മാഷ് സലഫിയെ കൊടുക്കാൻ വേണ്ടിയാണോ ഇതേ കൊണ്ടുവന്നത് എന്ന് ന്യായമായും ഞാനിപ്പോ സംശയിക്കുന്നു. അതുകൊണ്ട് ഏതായാലും അൽഹംദുലില്ലാഹ് ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ സംഭവത്തിലൂടെ ഇവിടെ തെളിഞ്ഞു കഴിഞ്ഞു. പക്ഷെ അവസാനവും കളവ് പറയാനാണ് നോക്കുന്നത്. ജിന്നിനോട് സഹായം തരാ ശിർക്കാവില്ല, വസിയത്തു ശിർക്ക് ആകൂ എന്ന് വാദിച്ചു വന്നൊരു കള്ളം അവസാനത്തെ 10 മിനിറ്റിലും വെച്ച് കാച്ചി ശേഷം ഒരാളുണ്ട് എന്നെങ്കിലും ഓർക്കണ്ടേ. പക്ഷേ ഇന്ന് ഈ സംവാദം തുടങ്ങിയത് മുതൽ നിങ്ങൾ ചെയ്ത ദുർവ്യാഖ്യാനങ്ങൾ എണ്ണി എണ്ണി ഞാൻ പറഞ്ഞു. ഇന്ന മദാലിക്കും ശൈത്വാൻ യുഖവിഫു ഔലിയാഹു ഫലാ തഖാഫുഹും വഖാഫൂൻ എന്ന ആയത്തിന് ചേകന്നൂര് വെച്ചാർത്ഥം, സലാം സലമി വെച്ചാർത്ഥം, സാക്ഷാൽ ദുർവ്യാഖ്യാനം ഈ അബ്ദുറഹ്മാൻ സലഫി നടത്തിയത് ഞാൻ വായിച്ചു, ഞാനിവിടെ കേൾപ്പിച്ചു. ഞാനിവിടെ പറഞ്ഞു, അദ്ദേഹം മിണ്ടിയില്ല. അതേപോലെ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്തിലെ ഇസ്തിആനത്തിന് എം അക്ബർ സാഹിബിനെ കൊണ്ട് ദുർവ്യാഖ്യാനിപ്പിച്ചത് നിങ്ങളൊക്കെ കൂടിയാണ് എന്ന് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നു. അതേക്കുറിച്ച് ഞാൻ പറഞ്ഞു, നിങ്ങൾ മിണ്ടിയില്ല. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്ര വഇന്നാ ലഹു ലഹാഫിദൂൻ എന്ന ആയത്ത് ഈ സംഘടനയെ അല്ലാഹു ഇറക്കിയതാണ് എന്ന് അർത്ഥം വെച്ച് ദുർവ്യാഖ്യാനിച്ചു. നിങ്ങളെ കൂട്ടത്തിൽ ഒരാൾ 2 പ്രാവശ്യം ഞാൻ പറഞ്ഞു, നിങ്ങൾ മുണ്ടിയില്ല. വമാഹും ബിളാരീന ബിഹി മിൻ അഹദിൻ എന്ന ആയത്ത് ഇല്ലാ ബിഇദ്നില്ല കട്ടുമുടിച്ചിട്ട് ദുർവ്യാഖ്യാനിച്ചു കെ.വി. അബ്ദുൽ ലത്തീഫ് മൗലവി. നിങ്ങൾ മുണ്ടിയില്ല. അതേപോലെ താടിയെയും ഇസ്ലാമിക വേഷത്തെയും പരിഹസിച്ച നിഅ്മത്തുല്ലാ ഫാറൂഖി എന്ന നിഅ്മത്തില്ലാത്ത ഫാറൂഖിയെ പറ്റി ഞാൻ പറഞ്ഞു, നിങ്ങൾ മുണ്ടിയില്ല. ജിൻ അഭൗതികമാണ് എന്ന നിങ്ങളെ പുത്തൻവാദം അതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ എങ്ങനെയാണ് അഭൗതികമായ ജിന്നിനോട് ഇസ്തിംതാഇദ് ശിർക്കല്ലാത്ത ഉണ്ടാവുക എന്ന് ചോദിച്ചു. നിങ്ങൾ ആ ചോദ്യം കേട്ടതുപോലുമില്ല. മറിച്ച് കോഴിച്ചനയിൽ ഞാനും സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് സമാധാനിക്കാനാ ശ്രമിച്ചത്. കോഴിച്ചനയിൽ ഏത് അഭൗതികമാണോ ഞാൻ എഴുതിയത് ആ അഭൗതികം അതിന് മുമ്പേ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, ഇപ്പോഴും പ്രസംഗിക്കുന്നുണ്ട്, ഇനിയും പ്രസംഗിക്കുകയും ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല. അതേപോലെ വിചിന്തനത്തിൽ എൻ്റെ പേരിൽ മാർച്ച് 22-ാം തീയതി എഴുതിവിട്ട പച്ചക്കള്ളം വസിയത്തു ശിർക്ക് മാത്രമേ ആകൂ എന്ന് ഞാൻ വാദിച്ചു വന്നത് ഞാൻ ഇവിടെ വായിച്ചു. നിങ്ങളാരും മിണ്ടിയില്ല. അതേപോലെ പ്രാർത്ഥന അല്ലാഹുല്ലാത്തവർ കേൾക്കുമെന്ന പുത്തൻ വാദം, കുബൂരികൾ പോലും പറയാത്ത വാദം ഈ കായക്കൊടിയും ഈ നാസസുല്ലമയും ഈ സമുദായത്തിനെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചത് ഞാനിവിടെ നേരത്തെ പറഞ്ഞു, മിണ്ടിയില്ല. നിലവിളക്ക് ഞാൻ പറഞ്ഞു, KNM സെക്രട്ടറിയായി കരുവള്ളിയുടെയും പറപ്പൂരിൻ്റെയും ഒക്കെ കസേരകളിൽ ഇരിക്കാൻ വ്യാമോഹിച്ച് കയറി കൂടിയ ഒരു ഡോക്ടർ, അയാള് നിലവിളക്ക് കൊളുത്തിയത് ഞാനിവിടെ പരാമർശിച്ചു. അദ്ദേഹം അത് കേട്ടത് പോലുമില്ല. അതേപോലെ ജിന്ന് സുഹൃത്തും സോപ്പ് ചോദിക്കലും ഒക്കെ അനസ് മുസ്ലിയാരുടെ വാചകം ഞാനിവിടെ സൂചിപ്പിച്ചു പോയി. ഒരക്ഷരം മിണ്ടിയില്ല. എത്ര ഹദീസ് നിഷേധങ്ങൾ, എത്ര ആയത്ത് ദുർവ്യാഖ്യാനങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞിട്ടും എന്തെങ്കിലും എന്ന് പറയാൻ കഴിയാതെ ഇപ്പൊ പറയാ മുഹ്കമും മുതശാബിഹും. നിങ്ങൾക്ക് വാദമുണ്ടോ? റബ്ബന ഇസ്തംതഅ ബഅദുനാ എന്ന ഈ ആയത്ത് മുതശാബിഹാണെന്ന് വാദമുണ്ടോ? അത് മുഹ്കമല്ല, അത് മുതശാബിഹാണ് എന്ന് സലഫിക്ക് വാദമുണ്ടോ? പറയട്ടെ, ഉണ്ടെങ്കിൽ എവിടെങ്കിലും വെച്ചിട്ട്. അതേപോലെ ഇമാം അഹ്മദും ഇമാം ഷൗക്കാനിയും ഇമാം നബിയൊക്കെ വസിയത്തു ശിർക്ക് ചെയ്തു എന്ന് പരലോകത്തെന്ന് പറയൂലേ? അപ്പൊ കാലന്നാറും മസ്വാക്കും എന്ന് പറയോന്നാ? എന്നാ യാ ഇബാദല്ലാ ശിർക്കാന്ന് പറഞ്ഞ എന്താ പകരുള്ളത്? ഇമാം അഹ്മദും ഇമാം നബിയും ഇമാം ഷൗക്കാനിയും ശിർക്ക് ചെയ്തു എന്നല്ലേ അർത്ഥം? അപ്പൊ അവിടുന്ന് എന്താ പറയാ? ഖാലിദീന ഫീഹാ. അപ്പൊ ഇല്ലാ മാഷാ അല്ലാഹ് പോലും ഇല്ല. ഞങ്ങൾ പറഞ്ഞതോ അവർ വസിയത്തു ശിർക്ക് ചെയ്തു എന്നല്ല, യാ ഇബാദല്ലാ വസിയത്തു ശിർക്കാണ് എന്നല്ല, അത് ശിർക്കുമല്ല, അത് വസീലയുമല്ല. ആ ഹദീസ് ദഈഫാണ്, അമൽ ചെയ്യാൻ പാടില്ല എന്നാ പറഞ്ഞത്. എന്നിട്ടും വ്യാജമായി KNM പേരിൽ നിങ്ങൾ എഴുതിവിട്ട ഈ പുസ്തകത്തിൽ പറഞ്ഞു അമൽ ചെയ്യാമെന്ന് നമ്മൾ പറയുന്നുവെന്ന്, ജിന്നിനെ വിളിക്കാമെന്ന് നമ്മൾ പറയുന്നുവെന്ന്, തേടാമെന്ന് നമ്മൾ പറയുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞു. അതിനെയാണ് ചോദ്യം ചെയ്തത്. അതേപോലെ KJവിന്റെ പേരിൽ നിങ്ങൾ പുറത്തിറക്കിയ ഈ പുസ്തകത്തിന് പോലും അള്ളാഹു മാത്രമേ പ്രാർത്ഥന കേൾക്കൂ, ഒരു സൃഷ്ടിയും പ്രാർത്ഥന കേൾക്കില്ല എന്ന ആശയം ഈ പുസ്തകത്തിലില്ലേ? 20-ാമത്തെ പേജിൽ. എന്തേ അതിൽ നിന്ന് നിങ്ങൾ മാറി? ഇങ്ങനെ തുടങ്ങി എത്ര വിഷയങ്ങൾ ഇവിടെ പരാമർശിക്കപ്പെട്ടു. അവസാനം ഇസ്തിആനത്തുൻ ബിൽ ജിന്ന് ശിർക്കായതുമുണ്ട്, വസീലയായതുമുണ്ട് എന്ന് സലഫിയെ കൊണ്ട് തന്നെ ഇവിടെ വായിപ്പിച്ചു. ആലു ശൈഖിന്റെ അത്തംഹീദ് എന്ന കിതാബിൽ നിന്ന്. എന്തേ വല്ലതും പറയാൻ കഴിഞ്ഞോ? ഞാൻ ചോദിച്ചു, ആലു ശൈഖ് ജിന്നൂരിയാണെന്ന് പറയുമോ? മൂപ്പർക്ക്
പറയാൻ ബേജാറ്, മുസ്ലിക്കാന്ന് പറയാൻ ഞങ്ങളെ ശൈലിയല്ലാതാ, അത് പറയണ്ട. ജിന്നൂരി എന്ന് പറയും, അതല്ലേ ഞങ്ങളെ പറ്റി പറയണത്. ജിന്നു വാദി എന്നല്ലേ പറയണത്. അനസ് മുസ്ലിയാരൊക്കെ തസ്ബീഹ് ചെല്ലണ പോലെയാണ് ഇപ്പത് ചൊല്ലിക്കൊണ്ടെടുക്കുന്നത്. അല്ലെങ്കിൽ ഇനി അതേ കഴിയുള്ളൂ, തസ്ബീഹ് നാവെന്ന് വരൂല. ആ കാലം കഴിഞ്ഞു, ഖുർആൻ ഓതാൻ കഴിയില്ല, ആ കാലം കഴിഞ്ഞു. എന്തേ നിങ്ങൾ പ്രതികരിക്കാതെന്ന്? അവസാനം ദുആ ചെയ്യാ, റബ്ബേ തൗഹീദിനെ സഹായിക്കണേ, തൗഹീദിനെ ആളുകളെ സഹായിക്കണേ, റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ എന്ന് ഞങ്ങളും കൂടി തരുന്നു. പക്ഷേ ആലോചിക്കണം, ലോകത്ത് പല ദുആകളും തിരിച്ചടിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് അബൂജഹൽ ബദർ പ്രാർത്ഥിച്ചു, റബ്ബേ ഹക്കിന്റെ ആൾക്കാരെ സഹായിക്കണേ, അല്ലാഹ് സഹായിച്ചു. സലഫിദ പ്രാർത്ഥിക്കുന്നു, തൗഹീദിനെ സഹായിക്കണേ, റബ്ബ് സഹായിക്കും. സംശയമില്ല, റബ്ബ് ദുആ സ്വീകരിക്കുമാറാവട്ടെ. അദ്ദേഹത്തിനെതിരെ വന്ന കേസുകൾ കള്ളക്കേസുകളാണെങ്കിൽ അല്ലാഹു അതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ എന്നുകൂടെ കൂട്ടത്തിന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ് ഇത്രയും കാര്യങ്ങൾ ഇവിടെ തെളിഞ്ഞിരിക്കുകയാണ്. മാത്രവുമല്ല, നിങ്ങൾ സമ്മതിക്കുകയും ചെയ്തു ഹയ്യും ഹാദിറും ഖാദിറും. ഇത്രയും കാലം ചോദിച്ചു എന്താ ഹയ്യും ഹാദിറും ഖാദിറും എവിടുന്നേ കിട്ടി? ജബ്ബാർ മൊഴി കൊണ്ടുവന്നു എന്ന രൂപത്തിലായിരുന്നു പറഞ്ഞു പ്രചരിപ്പിച്ചത്. ഇപ്പൊ മൂപ്പർ സംസാരത്തിനും വന്നു ഹയ്യാകണം, ഹാദിറാകണം, ഖാദിറാകണം, പക്ഷെ മനുഷ്യനാകണം. അത് മൂപ്പര വക കൂട്ടി. അത് എവിടുന്ന് കിട്ടി? ആ കൂട്ടിയതാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം. അത് കൂട്ടിയതിന്റെ പേരിലാണ് ഒപ്പിടിച്ച 10-ൽ 7 പേരും ഇപ്പുറത്ത് മൂപ്പരന്റെ പേര് സഹിതം ലിസ്റ്റ് വായിച്ചു. നീ ഞാൻ വായിക്കേണ്ട ആവശ്യമില്ല. 10-ൽ 7 ആൾ ഇപ്പുറത്ത്, അപ്പുറത്ത് 3 ആരാ? കായക്കൊടി മനസ്സും സലഫിയും, അഥവാ മൂവർ സംഘം. ഓല് മാത്രമേ അവിടെ നിന്നുള്ളൂ. ബാക്കി 7 ആളും ഇപ്പുറത്ത്. സമാധാനം എന്താ? ഓല് അന്നേ ഇപ്പുറത്താണ്, ബലോ അന്നേ അപ്പുറത്താണ്, ബല അന്നേ അപ്പുറത്താണ്. അതല്ലേ ഉള്ളൂ. അപ്പൊ ആ 3 ആളേ ഉള്ളൂ. ബാക്കി 7 ആളും തിരിച്ചറിഞ്ഞ് യഥാർത്ഥ തൗഹീദിലേക്ക് മടങ്ങി വന്നു. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഇതൊരു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സമ്പാദ ചരിത്രങ്ങളിൽ ഒരു വെള്ളി നക്ഷത്രമായി, ഒരു മിന്നുന്ന താരകമായി ഇൻഷാ അല്ലാഹ് ഈ സംവാദം മാറും. പത്തപ്രിയത്തുകാർ ഈ CD കേൾക്കും, ലൈവായും കേട്ടിട്ടുണ്ട്. ഈ വീട്ടുകാരനടക്കം കോഴിച്ചൻ സംവാദത്തിന് വീട്ടുകാരൻ മാറിയതുപോലെ, പന്നിപ്പാട് സംവാദത്തിന് വീട്ടുകാരൻ മാറിയതുപോലെ ഈ വീട്ടുകാരനടക്കം കാര്യങ്ങൾ മനസ്സിലാക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. മാത്രവുമല്ല, ഈ ബുക്ക് നാസർ സുല്ലമിക്ക് അറിയാം. മദീനത്തുൽ അറബി കോളേജിൽ ഈ ബുക്ക് വിതരണം ചെയ്തപ്പോൾ എവിടെ പോയി സുല്ലമി 10 പേജ് ചീന്തിക്കളഞ്ഞില്ലേ? എന്തേ കാരണം? ആ 10 പേജ് സ്വീകരിച്ചാൽ നിങ്ങളും ജിന്നൂരിയാവും നിങ്ങളെ ഭാഷയിൽ, അതുകൊണ്ട് ചീന്തിക്കളഞ്ഞു. ബാക്കിയാ കൊടുത്തത്. എന്തേ ഗതികേട്? ഇനി ഖുർആനും ചീന്തേണ്ടി ഒരു ആയത്ത്, അവിടേക്കാ പോക്ക്. ഇനി അടുത്ത പ്രാവശ്യം ഇസ്തിംദാന്റെ ആയത്തുകൾ ചീന്തും. അത് പറ്റൂല, അത് ശരിയല്ല എന്ന് പറയും. അങ്ങനെയാണല്ലോ നടപടിക്രമങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് റഹ്മാനായ റബ്ബ് അവസാന ശ്വാസം വരെ തൗഹീദിന് വേണ്ടി പ്രവർത്തിക്കാൻ റബ്ബിനോട് മാത്രം തേടി, ഒരു ജിന്നിനോടും തേടാതെ, ഒരു മലക്കിനോടും തേടാതെ, ഒരു ശിർക്കും ചെയ്യാതെ, ഒരു വസീലയും ചെയ്യാതെ ശുദ്ധ തൗഹീദ് അടിച്ചു നിന്ന് ശിർക്കിന്റെ ഒരു അംശം പോലും കടന്നു വരാതെ തൗഹീദിൽ ഉറച്ചു നിന്ന് ആ തൗഹീദിന് വേണ്ടി നിലകൊള്ളുവാനും അതിനുവേണ്ടി പ്രവർത്തിക്കുവാനും റഹ്മാനായ റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മടവൂരിസം ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഈ ആളുകൾ, അത് ആരാണെങ്കിലും ശരി, അവരെ കുതന്ത്രത്തിൽ നിന്ന് അല്ലാഹു തആല മുജാഹിദ് പ്രസ്ഥാനത്തെ സംരക്ഷിക്കുമാറാവട്ടെ. അങ്ങനെ തൗഹീദിന് ആളുകൾക്കിടയിൽ ഐക്യമുണ്ടായി, സ്നേഹമുണ്ടായി. ആ പഴയ തൗഹീദ് സ്വീകരിച്ചുകൊണ്ട് 2012 മുമ്പുള്ള തൗഹീദ് സ്വീകരിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി മുന്നേറാനും താഴ്വാരംഗത്ത് വലിയ വലിയ സംഭാവനകൾ ഇനിയും ചെയ്യുവാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. അവസാനമായി പറയുന്നു, വല്ല പദപ്രയോഗങ്ങളും അധികമായെങ്കിൽ പ്രായത്തെ മാനിച്ചുകൊണ്ട് ക്ഷമിക്കണേ എന്നുകൂടി സലഫിയോട് വളരെ വിനീതമായി ആവശ്യപ്പെടുകയാണ്. ഒരു പക്ഷെ വന്നിട്ടുണ്ടാകാം, സലഫിയിൽ വന്നിട്ടുണ്ട്, എനിക്ക് പ്രശ്നമില്ല, കാരണം എൻ്റെ പിതാവിൻ്റെ പ്രായമുള്ള ആളാണ്. അതുകൊണ്ട് അദ്ദേഹം ഇങ്ങോട്ട് വല്ലാണ്ട് ഇളകിയപ്പോൾ ഒരു പക്ഷെ അടിച്ചിറക്കാൻ വേണ്ടി വല്ലതും ചെയ്തിട്ടുണ്ടാകാം. അതൊക്കെ ആ നിലയ്ക്ക് കണ്ടാൽ മതി എന്ന് കൂടി കൂട്ടത്തിന് മനസ്സിലാക്കുകയാണ്. അല്ലാഹു തആല നമ്മെ എല്ലാം സത്യം ഉൾക്കൊള്ളുവാനും അത് സ്വീകരിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വസല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദിൻ വആലി വസഹബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.